വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒരു 5:15 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് 5:15 പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വെളിയിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ മുറ്റം തൂക്കാൻ ഇറങ്ങാനൊന്നും ഈ ഒരു നേരത്ത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അടുക്കളയിൽ കുറച്ച് അടുക്കി പറക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥലത്തൊക്കെ എടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. അമ്മ രാത്രി അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടതാണ്. പിന്നെ ഞാൻ എൻ്റേതായ രീതിക്ക് കുറച്ചും കൂടെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കും. അപ്പോൾ നേരമൊക്കെ അത്യാവശ്യം വെളുത്ത് വരുമ്പോഴത്തേക്കും മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങണം. അപ്പോൾ അതുവരെ ആ ഒരു ഇരുട്ടൊക്കെ മാറുന്നത് വരെ ഞാനിങ്ങനെ അടുക്കളയിൽ ഓരോ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ഇങ്ങനെ അടുക്കി പറക്കി വെക്കാനും വൃത്തിയാക്കി വെക്കാനും. പിന്നെ എനിക്ക് പൊതുവേ എല്ലാ ജോലിയും ചെയ്യുന്നത് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് ആരുടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. അടുക്കളയിൽ കയറാനും ഓരോന്ന് ചെയ്യാനും ഒന്നും ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ എൻ്റേതായ രീതിയിൽ എല്ലാ ജോലിയും ചെയ്യുന്നതാണ് ഇഷ്ടം. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതികൾ കാണും. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റേതായ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ആരും പറഞ്ഞിട്ട് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നതിൽ ആരും വന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ തന്നെ രാവിലെ ഇപ്പോൾ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 5:30 എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എഴുന്നേൽക്കുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഓരോ ജോലികളും കാര്യങ്ങളും ഒക്കെ തീർത്ത് വയ്ക്കാനും ഇപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അത് മുറ്റം തൂക്കലും തുണി കഴുകലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ അത്രയും പിന്നെ കാശി എഴുന്നേൽക്കുമ്പോൾ അവന് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം അടുക്കി പറക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കതക് തുറന്നതാണ്. അപ്പോൾ നേരമൊക്കെ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. അങ്ങനെ അടുക്കി പറക്കലും പിന്നെ 2 അടുക്കളയിലെയും ജനലൊക്കെ തുറന്നിട്ട് പിന്നെ കതക് തുറന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എളമ്പള്ളൂർ അമ്പലത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഉത്സവം ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ നല്ല രീതിയിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതേപോലെ അങ്ങ് ഇട്ടതാണ്. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ആവുന്നോന്ന് അറിയത്തില്ല. എന്നാലും ആവുന്നെങ്കിൽ പിന്നെ അതെന്തോന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ വെളിയിൽ പോയി ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് 2 അടുക്കളയും തൂക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തൂക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വേസ്റ്റ്. അപ്പോൾ രാത്രിയിൽ ചൂല് വെളിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അന്നേരം തൂത്തിടാത്തത്. രാവിലെ ഇതേപോലെ എഴുന്നേറ്റിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം കൂടെ സെപ്പറേറ്റ് വെളിയിലൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. അതിലാണ് ഇടുന്നത്. മാസത്തിൽ ഈ പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ, അത് അവിടെ അവർക്ക് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ അല്ലാതെ പേപ്പറിൻ്റെ വേസ്റ്റെല്ലാം ഞാൻ പിന്നെ അടുക്കളയിൽ തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് കൊണ്ടിട്ടു. പിന്നെ പൊടിയെല്ലാം ഞാൻ വെളിയിലോട്ട് തന്നെ തൂത്തങ്ങ് കളഞ്ഞു. പിന്നെ ചവിട്ടിയൊക്കെ തട്ടിയിട്ടു. പിന്നെ വെളിയിലോട്ട് തൂത്ത് കളഞ്ഞു. അപ്പോൾ പടിയിലോട്ടാണ് പൊടി വീണത്. അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ആ പടിയുടെ അടുത്ത് കുറച്ച് ചെരുപ്പുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെ ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട്. അവിടെയും ഒന്ന് തൂത്ത് വൃത്തിയാക്കി. പിന്നെ അടുക്കളയിലിരുന്ന വേസ്റ്റ് പാത്രത്തിലെ വേസ്റ്റ് എല്ലാം കൂടെ വാഴയ്ക്ക് കൊണ്ടൊഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു വേസ്റ്റായിട്ട്, അത് പ്ലാസ്റ്റിക് ഇടുന്ന ചാക്കിലോട്ട് കൊണ്ടിട്ടു. എന്നിട്ട് ബാക്കി വേസ്റ്റ് എല്ലാം കൂടെ വാഴയുടെ അടുത്തോട്ട് കൊണ്ട് കളയാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നേരമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വെളുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഇരുട്ട് മാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മുറ്റം തൂക്കാനാണ് ഇഷ്ടം. പക്ഷേ എണീറ്റ് വരുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലോ. അതൊന്നും മാറാനായിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നന്നായിട്ട് നേരം അങ്ങ് വെളുക്കും. അപ്പോൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ആ പാത്രം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. സോപ്പൊന്നും ഇട്ട് കഴുകുന്നില്ല, ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞാൻ പല്ല് തേക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ പല്ല് തേക്കാനായിട്ട് പോയില്ലെങ്കിൽ പിന്നെ ഓരോ ജോലിയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പല്ല് തേക്കൽ കുറച്ച് ലേറ്റ് ആവും. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനത് സ്ഥിരമായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്.
അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാനൊന്നും മടിക്കരുത്. അപ്പോൾ രണ്ടടുക്കളയും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. അടുക്കിയൊക്കെ പറക്കി പിന്നെ തൂത്ത് വൃത്തിയാക്കി അടുക്കളയിലിരുന്ന വേസ്റ്റ് എല്ലാം കൊണ്ട് വെളിയിൽ കൊണ്ട് കളഞ്ഞു. പിന്നെ ജനലുകളെല്ലാം തുറന്നിട്ടു. പിന്നെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ്. ഈ ഒരു പൈപ്പിൽ വെള്ളം വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് തുണിയൊക്കെ കഴുകാനായിട്ട് അല്ലാത്ത പൈപ്പിൽ നിന്ന് എടുക്കണ്ടല്ലോ. അപ്പോൾ വെള്ളം വരുവാണെങ്കിൽ രാവിലെ ഒരു 5 മണി തൊട്ടൊക്കെ തന്നെ വെള്ളം കാണും. അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ മുറ്റം അങ്ങ് തൂത്തിട്ട് തുണി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ആദ്യമേ റോഡൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുറ്റം തൂക്കുമ്പോൾ അങ്ങനെ ആദ്യമേ റോഡെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് മുറ്റം തൂക്കാനായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ റോഡ് തൂത്ത് വൃത്തിയാക്കി ആ ഒരു ജോലി അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ അതേ കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കണക്ക് തോന്നും. പക്ഷെ തൂത്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കരിയിലെയും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഞാനിതേപോലെ നമ്മുടെ മുറ്റം തൂക്കുന്ന കണക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് റോഡും കൂടെ തൂത്തിങ്ങനെ ഇടുന്നത് കൊണ്ട് എനിക്ക് ഒരു കരിയില പോലും ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിവസവും റോഡും വന്ന് തൂക്കാറുണ്ട്. മുറ്റം നമ്മൾ ദിവസവും തൂക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റോഡും തൂത്ത് വൃത്തിയാക്കാറുണ്ട്.
ആദ്യമേ റോഡെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ വീടിൻ്റെ 4 ചുറ്റും തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതാത് മുറ്റത്തെ കരിയില ഇതേപോലെ അവിടങ്ങളിൽ തന്നെ അങ്ങ് കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ചാക്കിൽ വാരിയിട്ട് വീടിൻ്റെ എല്ലാം കൂടെ ഒരിടം കൊണ്ടിട്ട് തീയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഈ ഒരു സൈഡിലിട്ട് തീയിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി ഇതേപോലെ വേസ്റ്റ് കരിയിലൊക്കെ തീയിട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് മുറ്റം തൂക്കാനും ഉണ്ട്. എനിക്കല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൂത്തൊക്കെ വൃത്തിയാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്കിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ ഒരുപാട് അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പഴികളും പരാതികളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അറിയാം ഒരു വീട് എങ്ങനെയാണ് നോക്കണ്ടേന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ഒരു വട്ടപൂജ്യം പോലെ ഇരിക്കേണ്ടി വരുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരുപാട് മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ജോലി ചെയ്യൽ വിഷയത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പറയേണ്ടി വരും. പിന്നെ വിഷയമൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട. എന്താ ഞാൻ മുറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പത്രം വന്ന് കിടപ്പുണ്ടായിരുന്നു ഗേറ്റിൻ്റെ വെളിയിൽ. അത് കൊണ്ട് ഹാളിൽ വെച്ചു. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പത്രമൊന്നും വായിക്കത്തില്ല. പിന്നെ ഗേറ്റിന് വെളിയിൽ കിടന്നതുകൊണ്ട് അതെടുത്തുകൊണ്ട് ഹാളിൽ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് കിളികൾക്കൊക്കെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് എന്നും പറഞ്ഞാൽ വലിയ മഴയൊന്നും കിട്ടിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കും. അത്രേ ഉള്ളൂ. ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കിളികൾക്കൊക്കെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചതാണ്. ഇവിടെയൊക്കെ ചുറ്റിനുമായിട്ട് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇഷ്ടം പോലെ കിളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് കുടിച്ചോളുമല്ലോ. അപ്പം മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയി വന്ന ദിവസം എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് വെള്ളം അനത്താനായിട്ട് കുറച്ച് തുളസിയില പറിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ പനി കഴിഞ്ഞാലും 2-3 ദിവസവും കൂടെ തുളസിയിലയുടെ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചു അതിനകത്ത് കുറേ ഇതേപോലെ അരി ഉണ്ടായിരുന്നു. അരിയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് നോക്കി അത് വല്ല ചിലന്തി വലയോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ചിലന്തി വലയും പിന്നെ ചിലന്തിയോ അങ്ങനെ വല്ല പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി ആദ്യമായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വെള്ളം അനത്താനായിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ തുണി കഴുകാനായിട്ടുള്ള വെള്ളം എടുക്കുവാണ്. അപ്പം തുളസിയില വെള്ളമൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ തുണി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലിട്ടാണ് തുണി കഴുകുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിലാണ് ഈ പഞ്ചായത്ത് പൈപ്പ്. അപ്പോൾ ആദ്യത്തെ വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരേണ്ടി വരും. പിന്നെ ഉള്ളത് തുണി ഇവിടുന്നെല്ലാം കഴുകിയിട്ട് പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിലിട്ട് അങ്ങ് വെള്ളം മാറ്റി കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്യാമറ കൊണ്ട് വെച്ചതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റാത്തത്. ഞാൻ വിചാരിച്ച് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടങ്ങ് വെച്ചതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ കഴുകുന്നുണ്ട്. അധികം നേരം തുണി കുതിർത്തൊന്നും വെച്ചില്ല. അതിനു മുമ്പ് പിന്നെ പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധിക സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും സമയം ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണി ആ ഒരു സമയം ആയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ അങ്ങ് തീർക്കാനായിട്ട് പറ്റി. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലിട്ട് തുണിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെള്ളം മാറ്റി കഴുകിക്കൊണ്ടിരിക്കുവാണ്. രണ്ട് 3 ബക്കറ്റിൽ വെള്ളം മാറ്റി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല. മിക്കപ്പോഴും കാണിക്കുന്നില്ല. അപ്പോൾ അത് തുണിയെല്ലാം കഴുകിക്കൊണ്ട് വന്നു. പിന്നെ ടെറസിൽ തലേ ദിവസവും കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇന്ന് കഴുകിയ തുണിയെല്ലാം നൂത്തിടുന്നുണ്ട്. അപ്പോൾ തുണിയെല്ലാം കഴുകി കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് കാശി ഉണരും. അപ്പോൾ കാശിക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ കൊടുത്തിട്ട് അപ്പോൾ പെരുമ്പഴയിൽ പോയി മീൻ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പം 7:30 ആകുമ്പോഴത്തേക്ക് മീനിൻ്റെ വണ്ടി വരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ അന്തിപ്പച്ചയുടെ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ കാശിയും കൂടെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കാശി ചിലപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നതാണ് കേട്ടോ, രാവിലെ എഴുന്നേക്കും മീൻ വാങ്ങിക്കാനൊക്കെ പോകണം, അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവ എഴുന്നേറ്റു. അങ്ങനെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ പപ്പ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചപ്പോഴത്തേക്ക് പപ്പയുടെ കൂടെ പോയി കുറച്ച് ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് മീൻ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കാശി കുളിച്ചില്ല കേട്ടോ. കാശിയും കുളിച്ചില്ല, ഞാനും കുളിച്ചില്ല. അപ്പോൾ ഞാൻ ഈ മീനൊക്കെ കൊണ്ടുവന്ന് കഴുകി കഴിഞ്ഞിട്ടേ ഒന്ന് പുറം കഴുകത്തുള്ളൂ. കാശി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ പാടെ കൊണ്ടുപോയി കുളിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ പനിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയൊക്കെ മാറിയതേ ഉള്ളായിരുന്നു. അപ്പോൾ കാശി കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരു 9 മണിയൊക്കെ എന്തായാലും കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഞങ്ങൾ ഈ പോകുന്ന സമയം ഒരു 8 മണി എങ്ങാണ്ടായിട്ടേ ഉള്ളായിരുന്നു.
അപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുടയൊന്നും എടുത്തില്ലായിരുന്നു, രാവിലത്തെ വെയിലല്ലേ, അപ്പോൾ അത് ഇത്തിരി കൊള്ളുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുടയൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് കൊഞ്ചും പിന്നെ നെമ്മീൻ, പിന്നെ എന്തോ മഞ്ഞപ്പാര, അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. കണവ ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ആ ചേച്ചി എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്നും എന്തൊക്കെയാണ് മീനുള്ളതെന്നുള്ള ലിസ്റ്റ് വരും. അപ്പോൾ ഇന്ന് നെത്തോലിയും ചാളയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നെത്തോലി അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെത്തോലിയും ചാളയും കൂടെ വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ പിന്നെ ചാള മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കാശിക്ക് ഒരു ഏത്തക്ക എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നെയ്യിൽ. അപ്പോൾ ഒരെണ്ണമൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാനും രാവിലെ ദോശയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് എനിക്കും കൂടെ എടുത്ത് കാശി കഴിച്ച് കഴിഞ്ഞതിൻ്റെ ബാലൻസ് ഞാനും കൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഏത്തക്ക നെയ്യിൽ ഇങ്ങനെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ച് ഈ ഏത്തക്ക വെച്ച് നന്നായിട്ട് ഒരുപാടൊന്നും ഫ്രൈ ആക്കുന്നില്ല. എന്നിട്ടിങ്ങനെ കുഴച്ചൊന്നും അല്ല എടുക്കുന്നത് കേട്ടോ. ഓരോന്നിങ്ങനെ തിരിച്ചിട്ട് തന്നെ ഓരോന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് മീൻ വൃത്തിയാക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഇത്രയും ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 100 രൂപയുടെ ചാളയാണ്. ആ വണ്ടിയിൽ ഇങ്ങനെ നല്ല ലാഭത്തിനാണ് മീൻ കിട്ടുന്നത്. അത് നല്ല ഫ്രഷ് മീനുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തില്ല. ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ കാശിക്ക് വറുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വറുക്കാൻ വേണ്ടി മാത്രമാണ് മീൻ വാങ്ങിച്ചത്, അല്ലാതെ കറിയൊന്നും വെക്കാനായിട്ടല്ല മേടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പകുതി ചാള ഞാൻ വൃത്തിയാക്കാതെ തന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെ അല്ലാതെ തന്നെ അങ്ങ് കട്ട് ചെയ്യാതെ തന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഇന്ന് വറുക്കണ്ടല്ലോ, അപ്പം കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച് പകുതി എടുത്തിട്ട് ഞാൻ പിന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നിസ്സാരം ഒരു ചാള വൃത്തിയാക്കുന്നതിന് ഈ കത്രികയും കത്തിയും എല്ലാം കൂടെ വേണമെന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുമായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ കത്രിക ഇട്ടേ പറ്റത്തുള്ളൂ കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ആ ഒരു സൈഡ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കത്രിക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കത്രികയും കത്തിയും കൂടെ എടുത്തുവെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ രീതികളല്ലേ. ഇപ്പോൾ കത്തിയും കൂടെ വെച്ച് വൃത്തിയാക്കി എന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ. എങ്ങനെയായാലും മീൻ വൃത്തിയായി കിട്ടിയാൽ പോരെ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും രീതികൾ വ്യത്യാസമല്ലേ. ചിലവർക്ക് ഈ കത്തി മാത്രം ഇട്ട് വൃത്തിയാക്കാനായിട്ട് പറ്റും. എനിക്കിപ്പം കത്തി മാത്രം വെച്ച് മീൻ വൃത്തിയാക്കാൻ അറിയത്തില്ല. അതിനി പറ്റുമെന്ന് തോന്നുന്നതുമില്ല. ഇപ്പം നെത്തോലിയൊക്കെ ആണെങ്കിൽ ഈ കത്രിക വെച്ച് മാത്രം കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുക്കും. പക്ഷേ ഈ ചാളയും അയലയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു തലഭാഗം കട്ട് ചെയ്യാനായിട്ട് കത്തിയും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണവും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീനൊക്കെ വെട്ടാനായിട്ടും. അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പനിഞ്ഞിലുള്ള സൈസ് മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വറുക്കാനായതുകൊണ്ട് തന്നെ ഞാൻ പനിഞ്ഞിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പനിഞ്ഞിൽ അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് വറുക്കുന്നത്. പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ അതിൽ മസാലയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കത്തക്ക രീതിയിലാണ് വൃത്തിയാക്കി എടുത്തത്.
എന്നിട്ട് പിന്നെ നമ്മൾ ആ വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാം ചെതുമ്പലൊന്നും പോയി എന്ന് വരത്തില്ല. ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഇങ്ങനെ തെളിഞ്ഞ് വരും ചെതുമ്പൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുക്കളയിൽ പോയി ഒന്നും കൂടെ കഴുകും. ഇപ്പോൾ വെളിയിലിട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുക്കളയിലോട്ട് പോയിട്ടാണ് ഇത് പൊരിക്കാനായതുകൊണ്ട് തന്നെ വരഞ്ഞൊക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ 1-2 വട്ടവും കൂടെ കഴുകിയെടുക്കും. അപ്പോൾ മീനൊക്കെ വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നു. എന്നിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ മീൻ വറുക്കാനായിട്ട് വരഞ്ഞിട്ട് പിന്നെ 2 വെള്ളമൊക്കെ ഒന്ന് മാറ്റി കഴുകി വൃത്തിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മീൻ വൃത്തിയാക്കിയ ചട്ടിയും പിന്നെ കത്തിയും കത്രികയും പിന്നെ വാഷ് ബേസിനും എല്ലാം കൂടെ ഒന്നുകൂടി കൂടെ സോപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6 മീൻ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു വറുക്കാനായിട്ട്, ഒരുപാടൊന്നും എടുത്തില്ല. എല്ലാം കൂടെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പപ്പയൊന്നും ഇത് കഴിക്കത്തില്ല, അമ്മയ്ക്കും അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്കും കാശിക്കും കൂടാണ് ഞാൻ 6 മീൻ എടുത്തത്. അപ്പോൾ അത് 3 വെച്ച് സെപ്പറേറ്റ് ആണ് അരപ്പ് വരട്ടുന്നത്. അപ്പോൾ കാശിയുടെ അതിൽ ഞാൻ കുറച്ച് അരപ്പ് മാത്രമേ തേക്കുന്നുള്ളൂ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും എല്ലാം കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കാശിയുടെ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കത്തില്ല. ഇപ്പോൾ ഇച്ചിരി എരിവാണെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് സെപ്പറേറ്റ് ആയിട്ടാണ് അരപ്പ് തേച്ചെടുത്തത്. അപ്പോൾ 2 എണ്ണവും റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഇലയുടെ തോരൻ വയ്ക്കുന്നുണ്ട്, ചീരയിലയില്ല. അപ്പോൾ അതിൻ്റെ തോരൻ വയ്ക്കുന്നുണ്ട്. ഇവിടെ മുറ്റത്തും അയ്യത്തും ഒക്കെ കുറേ സ്ഥലത്ത് ഈ ചീരയില നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനിവിടെ ഷുഗർ ചീര എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. വെച്ച് കഴിയുമ്പം നമ്മുടെ മുരിങ്ങയിലയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ അതും ഒരുപാടൊന്നും ഞാൻ പറിച്ചെടുത്തില്ല. ഇവിടെ ആണെങ്കിൽ മെയിനായിട്ട് ഉച്ചക്കലത്തേക്ക് മാത്രമുള്ള കറി മതി. രാത്രിയിൽ എന്തെങ്കിലും കാപ്പിയൊക്കെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ബാലൻസ് വരുന്ന ചോറും കറിയൊക്കെ ഞാനൊക്കെ രാത്രി ചോറ് തന്നെയാണ് കഴിക്കുന്നത്. പപ്പയൊക്കെ കാപ്പിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറിയുടെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇലയെ പറിച്ചെടുത്തോളൂ. അപ്പോൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ ആ ഒരു തണ്ടും കൂടെ കളഞ്ഞിട്ട് ഇല മാത്രം പറിച്ചെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു തണ്ടോട് കൂടി പറിച്ചത് കൊണ്ട് തന്നെ അതിപ്പോൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മാറ്റിയത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ആ ഒരു സമയത്ത് അതിൽ വല്ല പൊടിയോ ചെലന്തിയോലയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ ഒരു തണ്ട് പറിച്ച് മാറ്റിയത്. അതുകൊണ്ട് പിന്നെ ഇനി അതൊക്കെ ഉണ്ടെന്ന് പേടിക്കേണ്ട. അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഞാൻ പിന്നാണ് കഴുകിയെടുത്തത്. അപ്പോൾ ആദ്യമേ അങ്ങ് അരിഞ്ഞ് മാറ്റാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഈ ഒരളവിലാണ് അരിഞ്ഞെടുത്തത്. ഇത്തിരി കൂടി ഇങ്ങനെ കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുത്താൽ അതായിരുന്നെന്ന് തോന്നുന്നു ഒന്നും കൂടെ നല്ലത്. എന്തായാലും അതെല്ലാം ഇലയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലായിടവും എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട്ട് വെച്ചാൽ മതി, അവിടെ ഭയങ്കരമായിട്ട് കിളിച്ച് വരും. നല്ലതാണ് കേട്ടോ, നല്ല ഗുണമൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇലയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2-3 വെള്ളം ഒന്ന് മാറ്റി കഴുകുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം 2-3 വെള്ളത്തിലൊന്ന് മാറ്റി കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുത്തില്ല, കുറച്ച് മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് കഴുകിയത് കൊണ്ടായിരിക്കും അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പച്ച കളർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചീരയിലെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ 2 മീൻ 2 മസാല തേച്ച് വെച്ചു. പിന്നെ ചീരയില അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ തിരുകി വെച്ചു. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പിലയൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കറികൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ ചീരയ്ക്കുള്ള അരപ്പ് ഉണ്ടാക്കുവാണ്. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. അപ്പോൾ മിക്സിയിലോട്ട് തേങ്ങ ഇട്ടു. പിന്നെ വലിയൊരു കഷ്ണം വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഒരു പച്ചമുളക് ഇട്ടു. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ഇട്ടു.
പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും. എന്നിട്ട് ഒരുപാടൊന്നും അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതേപോലെ ചീരയായാലും ഇലത്തോരനായാലും ഇലകൾ വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ച ഇലയിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. പിന്നെ പാത്രം വെച്ചിട്ട് കടുക് വറുത്തിട്ട് ഇതേപോലെ ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങ് അടച്ച് വെച്ചാൽ മതി. പിന്നെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് പിന്നെ ഇലയൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അരപ്പിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് പ്രത്യേകം ഒന്നും ഇളക്കി കൊടുക്കണ്ട. ഇതാകുമ്പോൾ പെട്ടെന്നാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ടു. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാഴക്കൂമ്പ് പിന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, മുരിങ്ങയില, ചീരയില, അതിനൊക്കെ ഇങ്ങനെ കടുക് വറുക്കുമ്പം ഒരു വറ്റൽമുളകും കൂടെ വറുത്തിടുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ മുളക് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയും അരപ്പും ഉപ്പും കൂടെ മിക്സ് ചെയ്തതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു മിക്സി കഴുകിയ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 5 അല്ലെ 10 മിനിറ്റോളം ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ ഈ ചീരത്തോരൻ എടുത്ത് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് വെച്ചു. എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് സൗകര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചീരത്തോരൻ അങ്ങ് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറുക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 സൈസ് മീനാണല്ലോ, എരിവ് കൂടിയതും കുറഞ്ഞതും ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് വെച്ചത് എരിവ് കൂടിയതാണ് കേട്ടോ. എന്നിട്ട് എരിവ് കുറഞ്ഞത് ഈ ഒരു ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ആണ് വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചല്ല കേട്ടോ വറുത്തെടുക്കുന്നത്, ഇങ്ങനെ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ വറുത്ത് വരുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ചീരയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ മീൻ വറുത്തത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ രസം വെക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിലുള്ളൊരു രസമാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടു. എന്നിട്ട് ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിയാതെ തന്നെ ഇങ്ങനെ മുഴുവനോട് തന്നെ അണങ്ങി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കണ്ട. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോൾ എൻ്റേതായ രീതിയിലുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു രസമാണ് കേട്ടോ. അല്ലാതെ തക്കാളിയൊന്നും ഇതിൽ ഇടുന്നില്ല. അല്ലാതെ പുളിവെള്ളമൊക്കെ കുറച്ച് തോനെ ഒഴിച്ചിട്ടുള്ളൊരു രസമാണ്. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടി ഇടുന്നൊരു രസമാണിത്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 2-3 അല്ലി പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു രസമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമാണെങ്കിലും ചോറ് കഴിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ഒരുപാടൊന്നും ഇടരുത്, ഭയങ്കര കയ്പ്പായി പോവും. ഒരു നുള്ളു ഉലുവാപ്പൊടിയും പിന്നെ രസപ്പൊടിയല്ല കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രസമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉപ്പ് വേണം. ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഈ ഇട്ട ചേരുവകളുടെ എല്ലാ മണങ്ങളും എല്ലാം അതിനകത്ത് ഇറങ്ങി റെഡി ആയിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ മോരൊക്കെ അധികം തിളയ്ക്കാതാണല്ലോ എടുക്കുന്നത്, പക്ഷേ ഇത് രസമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിളയ്ക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി, അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇത്. ഞാൻ തന്നെ ഇതിനകത്തിപ്പോൾ തക്കാളി ഒന്നും ചേർന്നിട്ടില്ല. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു രസമാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രസവും ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ വൻപയറും പിന്നെ അമരിക്കയും കൂടി ഇട്ട തോരൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ചീരത്തോരൻ ഉണ്ടായിരുന്നു, പിന്നെ രസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഭയങ്കര മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ടിങ്ങനെ മഴയൊക്കെ പെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ.